ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ റിമാൻഡിലായ തന്ത്രി കണ്ഠര രാജീവന് സാമ്പത്തിക നേട്ടം ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് SIT വിശദമായി തന്നെ അന്വേഷിക്കാനൊരുങ്ങുന്നു. ഇതിനായി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി തന്ത്രി നടത്തിയിട്ടുള്ള സാമ്പത്തിക ഇടപാടുകൾ മുഴുവൻ പരിശോധിക്കാനൊരുങ്ങും. വിശദമായി ചോദ്യം ചെയ്യുന്നതിനായി വൈകാതെ തന്നെ അന്വേഷണ സംഘം കസ്റ്റഡി അപേക്ഷ നൽകും. അതേസമയം സ്വർണ്ണപ്പാളി വിവാദത്തിൽ തന്ത്രി കണ്ഠര രാജീവരുടെ അറസ്റ്റ് CPM-ന് താൽക്കാലിക ആശ്വാസം നൽകുന്ന ഒന്നാണ്. സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നിൽ സഖാക്കളാണെന്ന പ്രചാരണത്തെ ഒരു പരിധിവരെ മറികടക്കാൻ കഴിയുമെന്ന് തന്നെയാണ് CPM പ്രതീക്ഷിക്കുന്നത്. വിവരങ്ങളുമായി സിബി ജോസഫാണ് ചേരുന്നത് തിരുവനന്തപുരത്ത് നിന്ന്. സിബി, ഗുഡ് മോർണിംഗ്. എന്തായാലും ഇന്നലെ ഒരു നിർണായകമായ നീക്കം അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്ന് ഈ സ്വർണ്ണക്കൊള്ളയിൽ ഉണ്ടായിരിക്കുന്നു. തന്ത്രി കണ്ഠര രാജീവരെ മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിലാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. റിമാൻഡിൽ വിട്ടിരിക്കുകയാണ്. ഉടൻ തന്നെ കസ്റ്റഡി അപേക്ഷ നൽകുമെന്ന് അറിയുന്നു. ഇന്നലെ റിമാൻഡ് റിപ്പോർട്ടിൽ തന്നെ തന്ത്രിക്കെതിരെ ഗുരുതരമായ കണ്ടെത്തലുകൾ ഉണ്ടായിരുന്നു. ആചാര ലംഘനം നടത്തി, ദൈവഹിതം തേടാതെ ഈ പാളികൾക്ക് പോറ്റിക്ക് കൈമാറി, അപ്പോൾ ഈ തട്ടിപ്പിന് കൂട്ടുനിന്നു എന്നതടക്കമുള്ള ഗുരുതരമായ കണ്ടെത്തലുകൾ തന്നെയാണ്. അപ്പോൾ ഇതിലൊക്കെ വ്യക്തമായ തെളിവുകൾ വേണ്ടതുണ്ട്. ഏതൊക്കെ രീതിയിലുള്ള വിശദമായ പരിശോധനയ്ക്കാണ് ഇപ്പോൾ അന്വേഷണ സംഘം ഒരുങ്ങുന്നത്? വെരി ഗുഡ് മോർണിംഗ് സേഫു, ദിവ്യ. എന്തായാലും ഇന്നലെ കേരളം ഞെട്ടിയ, പ്രത്യേകിച്ച് വിശ്വാസികളെ വളരെയധികം വേദനിപ്പിച്ച ഒരു അറസ്റ്റാണ് ഈ തന്ത്രിയുടെ അറസ്റ്റ് എന്ന് തന്നെ പറയേണ്ടി വരും. എന്തായാലും ഇനിയിപ്പോൾ ഇതിൽ അന്വേഷണമായി മുന്നോട്ട് പോകുക. ഏതൊക്കെ രീതിയിൽ തന്ത്രി ഇതിൽ ഗൂഢാലോചന നടത്തി, അതോടൊപ്പം തന്നെ ആചാര ലംഘനം നടത്തി അടക്കമുള്ള ഗുരുതരമായ കാര്യങ്ങളാണ് റിമാൻഡ് റിപ്പോർട്ട് അടക്കം ചൂണ്ടിക്കാട്ടുന്നത്. ഇനി ഇതിൽ തന്ത്രിയുടെ മൗനാനുവാദത്തോടു കൂടി തന്നെയാണ് ഈ കട്ടളപ്പാളികളും ദ്വാരപാലക ശില്പങ്ങളെല്ലാം തന്നെയും കൊണ്ടുപോയത്, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നൽകിയത്, അല്ലെങ്കിൽ ഈ ശബരിമലയ്ക്ക് പുറത്തേക്ക് പോയതെന്നടക്കമുള്ള കാര്യങ്ങൾ SIT വ്യക്തമാക്കുകയും ചെയ്യുമ്പോൾ ഇതിൽ തന്ത്രിക്ക് സാമ്പത്തികമായി ലാഭം ലഭിച്ചിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഇനിയിപ്പോൾ അന്വേഷണ വിധേയമാക്കുക. അതിന്റെ ഭാഗമായി SIT ഇനിയിപ്പോൾ എടുക്കുന്ന അടുത്ത നടപടി എന്ന് പറയുന്നത് ഈ തന്ത്രി കണ്ഠര രാജീവരെ കസ്റ്റഡിയിൽ ചോദിക്കുക എന്നുള്ളതാണ്. ഇന്നലെ റിമാൻഡ് റിപ്പോർട്ട് വലിയ അടക്കം പുറത്തുവരികയും ഇന്നലെ ജയിലിലേക്ക് തന്ത്രി പോവുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇനിയിപ്പോൾ കസ്റ്റഡിയിൽ ഈ തന്ത്രിയെ വാങ്ങിക്കുക. ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധം എത്ര കാലം ഉണ്ടായിരുന്നു, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും തന്ത്രിയുടെയും ബാങ്ക് ഇടപാടുകൾ, ഈ പ്രത്യേകിച്ച് തന്ത്രിയുടെ ബാങ്ക് ഇടപാടുകളും തന്ത്രിക്ക് എന്തെങ്കിലും സാമ്പത്തിക ലാഭം ലഭിച്ചിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ മറ്റ് പലയിടങ്ങളിലും ഈ തന്ത്രിയുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് പലയിടങ്ങളിലും ഇനി പരിശോധന എല്ലാം തന്നെ നടക്കാനുള്ള സാധ്യതയും ഉണ്ട്. അങ്ങനെ കൂടാതെ ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കമുള്ള ആളുകളെയും തന്ത്രിയും എല്ലാം തന്നെയും ഒരുമിച്ചിരുത്തിക്കൊണ്ട് ചോദ്യം ചെയ്യുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങും. എന്തായാലും ഇനി ഈ ഒരു നിർണായകമായ അറസ്റ്റാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായിരിക്കുന്നത്. സ്വാഭാവികമായും ഈ കേസിൽ ദൈവതുല്യരായ ആളുകളുണ്ട് എന്ന് A. പത്മകുമാർ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. ആ ദൈവതുല്യൻ ഈ തന്ത്രി കണ്ഠര രാജീവരാണോ എന്നുള്ളതാണ് ഇനി ഉറപ്പിക്കേണ്ടത്. പക്ഷേ എങ്കിൽ പോലും ഇതിൽ കൂടുതൽ ആളുകൾ ഇതിലേക്ക് ഉണ്ട് എന്ന് തന്നെയാണ് അന്വേഷണ സംഘത്തിന്റെ ഒരു നിഗമനവും. എന്തായാലും ഈ കണ്ഠര രാജീവിന്റെ അറസ്റ്റ് ഈ കേസിൽ ഏറ്റവും നിർണായകമാകുകയാണ്. പ്രത്യേകിച്ച് ഗൂഢാലോചന നടത്തി, അതോടൊപ്പം തന്നെ തന്ത്രി കണ്ഠര രാജീവ് നമുക്കറിയാം ഒരു ശബരിമലയിലെ ഈ 18-ാം പടി കഴിഞ്ഞാൽ പിന്നെ മുകളിലേക്ക് എല്ലാത്തിൻ്റെയും ഒരു പിതൃസ്ഥാനം, അല്ലെ അയ്യപ്പന്റെ പിതൃസ്ഥാനമാണ് തന്ത്രിമാർക്കുള്ളത്. അത് പാരമ്പര്യമായി ലഭിക്കുന്ന ഒരു സ്ഥാനം കൂടിയാണ്. അവിടെ ഈ ദ്വാരപാലക ശില്പങ്ങളും മറ്റുമെല്ലാം തന്നെയും ഇളക്കി മാറ്റണമെങ്കിൽ, ആ ദ്വാരപാലക ശില്പങ്ങളെല്ലാം തന്നെയും ഇളക്കിയെടുക്കണമെങ്കിൽ അത് തന്ത്രിയുടെ കൈകൾക്കാൻ തന്നെ വേണം. അതിന് കൃത്യമായി ദേവന്റെ അനുജ്ഞ ആവശ്യമാണ്. അങ്ങനെ അടക്കമുള്ള കൃത്യമായ ശബരിമലയിലെ കൃത്യമായ ദേവസ്വം മാനുവൽ പ്രകാരമുള്ള നിരവധി ആചാരങ്ങളുണ്ട്. ഈ ആചാരമെല്ലാം തന്നെയും ലംഘനം നടത്തി എന്നുള്ളൊരു ഗുരുതരമായ കാര്യമാണ് ഇന്നലെ SIT റിമാൻഡ് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നത്. കൃത്യമായ ഗൂഢാലോചന നടന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഈ ഒരു സ്വർണ്ണക്കൊള്ളയിൽ തന്ത്രി കണ്ഠര രാജീവരും പങ്കുണ്ട് എന്ന് വ്യക്തമാക്കുന്നതായിരുന്നു SITയുടെ റിമാൻഡ് റിപ്പോർട്ട്. ഇനി അതിലേക്ക് ഉപോത്പകമായ കൃത്യമായ തെളിവുകളും സാക്ഷി മുഴുവടക്കമെല്ലാം തന്നെയാണ് ഇനി ഈ കേസിൽ ഏറ്റവും കേസിനകത്ത് തന്ത്രിയുടെ റോളിനെ കുറിച്ചുള്ള സൂചനകളൊക്കെ റിമാൻഡ് റിപ്പോർട്ടിലുണ്ട്. അതിനപ്പുറത്തേക്ക് എങ്ങനെയാണ് തന്ത്രിയുടെ അറസ്റ്റിലേക്ക്, കസ്റ്റഡിയിലേക്ക് SIT എത്തിയത് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണല്ലോ. എന്ന് വെച്ചാൽ 11-ാമനാണ് ഇപ്പോൾ തന്ത്രിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ തന്ത്രിക്കെതിരെ കൃത്യമായ തെളിവുകളില്ലാതെ തന്ത്രിയെപ്പോലെ ഒരാളിലേക്ക് SITക്ക് എത്താൻ കഴിയില്ല. അതിനൊരു എന്താ പറയുക, പൊളിറ്റിക്കൽ സമ്മതം കൂടി അതിന് വേണ്ടി വരും. കാരണം അതൊരു നിർണായകമായ നീക്കമാണ്. ആ നിലക്ക് SIT തന്ത്രിയിലേക്ക് എത്തിയ നീക്കങ്ങൾ, ഏതൊക്കെ ഭാഗങ്ങളിൽ നിന്ന് കിട്ടിയ പ്രധാനപ്പെട്ട തെളിവുകൾ, അതിന് എത്ര വലിയൊരു പ്രിപ്പറേഷൻ തന്ത്രിയിലേക്ക് എത്താൻ SIT എടുത്തു,
ഒരുപക്ഷെ ഇടക്കാല റിപ്പോർട്ടുകൾ പലകുറി ഹൈക്കോടതിയിൽ സമർപ്പിക്കുന്ന ഘട്ടത്തിലൊക്കെ തന്ത്രിയുടെ കാര്യത്തിലൊക്കെ എന്തെല്ലാം പ്രധാനപ്പെട്ട നീക്കങ്ങൾ നടത്തിയതായി ഹൈക്കോടതിയെ SIT ബോധിപ്പിച്ചു കാണുന്നത് നമുക്കറിയില്ല. അതിന്റെ ചെറിയ വിവരങ്ങൾ നമുക്കുള്ളൂ. അപ്പോൾ എത്ര വലിയ മുന്നൊരുക്കങ്ങൾ തയ്യാറെടുപ്പുകളൊക്കെ നടത്തിയതിന് ശേഷമായിരിക്കും SIT തന്ത്രിയിലേക്ക് എത്തിയിട്ടുണ്ടാവുക? എന്തായാലും ഈ കേസിലെ എല്ലാ പഴുതുകളും അടച്ചുള്ള ഒരു അന്വേഷണമായിട്ടാണ് SIT മുന്നോട്ട് പോകുന്നതെന്ന് നമുക്ക് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ പറയേണ്ടി വരും. കാരണം ഈ തന്ത്രി കണ്ഠരര് രാജീവനെ നേരത്തെ ഈ അന്വേഷണത്തിന് ആദ്യഘട്ടത്തിൽ ചോദ്യം ചെയ്തിരുന്നു. അന്ന് തന്ത്രി വ്യക്തമാക്കി തനിക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറിയാം, പക്ഷേ യുദ്ധത്തിൽ ഈ സ്വർണം കൊണ്ടുപോകാനുള്ള അല്ലെങ്കിൽ ഈ യുദ്ധത്തിൽ സ്വർണ്ണപ്പാളിലും മറ്റും പുറത്തേക്ക് കൊണ്ടുപോകാനുള്ള അനുവാദം നൽകിയത് താനല്ല, അതിന് ദേവസ്വം ബോർഡാണ്, താൻ അതിന് അനുമതി നൽകിയിട്ടില്ല എന്നുള്ളതായിരുന്നു തന്ത്രി പറഞ്ഞത്. തനിക്ക് അതിനുള്ള ഉദ്യോഗസ്ഥരടക്കമുള്ളവരെ കൂട്ടുപിടിച്ചിട്ട് ഉദ്യോഗസ്ഥരാണ് അതിൽ പിന്നീട് എന്നുള്ള ഒരു കാര്യമായിരുന്നു എന്ന് തന്ത്രി മാധവനടക്കം പ്രതികരിക്കുകയും ചെയ്തത്. പക്ഷേ ഈ തന്ത്രി ഈ കണ്ഠരര് രാജീവര് SITയുടെ ഒരു നിരീക്ഷണത്തിൽ തന്നെയായിരുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ.